A preach from Genesis 2 in Malayalam. ഉൽപ്പത്തി 2 ആധാരമാക്കി ഒരു ചെറിയ പ്രസംഗം, മലയാളം സെർമൺ. വിഷയം: ദൈവത്തോടുള്ള ബന്ധം, മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ബുക്ക് ഓഫ് ജെനസിസ് 2 അധ്യായത്തെ ആധാരമാക്കിയുള്ള ദൈവവചനമാണ്. ഈ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചതും മനുഷ്യന്റെ ജീവിതലക്ഷ്യവും വളരെ മനോഹരമായി വെളിപ്പെടുത്തുന്നു. ഒരു ദൈവം മനുഷ്യനെ വ്യക്തിപരമായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2 മണി കൂടെ 7 മിനിറ്റിൽ പറയുന്നു. യഹോവയായ ദൈവം നിലത്തിലെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, ജീവശ്വാസം അവന്റെ നാസികയിൽ ഊതിക്കൊടുത്തു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യൻ ഒരു അപകട സൃഷ്ടിയല്ല, ദൈവത്തിന്റെ കരങ്ങളാൽ രൂപപ്പെടുത്തിയ അതുല്യ സൃഷ്ടിയാണ്. ലോകം നമ്മെ വിലകുറച്ച് കാണിച്ചാലും ദൈവം നമ്മെ വിലമതിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഉദ്ദേശ്യമുണ്ട്. ദൈവം നമ്മെ വെറും ജീവിക്കാൻ മാത്രമല്ല, അവനോടുള്ള ബന്ധത്തിൽ നടക്കാനാണ് സൃഷ്ടിച്ചത്. 2 ഏദൻ തോട്ടം, ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകം. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചു. അത് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സ്ഥലം ആയിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം മനുഷ്യൻ നല്ലതേ ആഗ്രഹിക്കൂ. ദൈവസാന്നിധ്യത്തിൽ യഥാർത്ഥ സന്തോഷമുണ്ട്. ദൈവത്തോടുള്ള അടുപ്പമാണ് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം. ഇന്ന് പലരും സമാധാനം അന്വേഷിക്കുന്നു, പണത്തിൽ, ബന്ധങ്ങളിൽ, സ്ഥാനങ്ങളിൽ. എന്നാൽ യഥാർത്ഥ സമാധാനം ദൈവസാന്നിധ്യത്തിലാണ്. 3 മനുഷ്യന് ഉത്തരവാദിത്വം നൽകി. ദൈവം ആദാമിനോട് തോട്ടം കാത്തുസൂക്ഷിക്കുവാൻ പറഞ്ഞു. അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം മനുഷ്യന് ജോലി നൽകി. ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച ദൗത്യമുണ്ട്. വിശ്വസ്തയോടെ നമുക്ക് നൽകിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ കുടുംബം, ശുശ്രൂഷ, ജോലി, പഠനം എല്ലാം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളാണ്. 4 മനുഷ്യൻ ഏകാഗിയായിരിക്കുന്നത് നന്നല്ല. ഉൽപ്പത്തി 2:18 ദൈവം പറയുന്നു, മനുഷ്യൻ തനിച്ചായിരിക്കുന്നത് നന്നല്ല. ദൈവം കുടുംബബന്ധങ്ങളുടെ മഹത്വം ഇവിടെ സ്ഥാപിക്കുന്നു. സ്നേഹവും ഐക്യവും പരസ്പര പിന്തുണയും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് ബന്ധങ്ങൾ തകരുന്ന കാലഘട്ടത്തിൽ ഭർത്താവും ഭാര്യയും ദൈവത്തിൽ ഒന്നാകണം. കുടുംബം പ്രാർത്ഥനയുടെ കേന്ദ്രമാകണം. സ്നേഹവും ക്ഷമയും വീട്ടിൽ നിറയണം. ഉപസംഹാരം: ഉൽപ്പത്തി 2 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനാണ് നമുക്ക് വിളി. ഉത്തരവാദിത്വത്തോടും വിശുദ്ധിയോടും ജീവിക്കണം. ബന്ധങ്ങളെ ദൈവം വിലമതിക്കുന്നു. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ വീണ്ടും തന്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നു. പ്രാർത്ഥന: കർത്താവേ, നീ സൃഷ്ടിച്ച ഉദ്ദേശ്യപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാനും വിശ്വസ്തരായി ജീവിക്കുവാനും കൃപ തരണമേ. ആമേൻ.